നമ്മൾ കൂടുതൽ ചലഞ്ചസ് ഏറ്റെടുക്കുക. ചലഞ്ചസ് നമ്മുടെ നേരെ വരുന്നതിനെല്ലാം ആസ്വാദനത്തോടെ ഏറ്റെടുക്കുക. വലിയ ചലഞ്ചസ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആവാനായിട്ട് കൂടുതൽ ഗ്രോ ചെയ്യാനുള്ള അവസരമായിട്ട് കാണുക. അങ്ങനെയുള്ളവരാണ് വിജയിക്കുന്നത്. വലിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കേരളത്തിൽ ഇപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതിൻ്റെ 100 ഇരട്ടി വെല്ലുവിളി ഏറ്റെടുക്കുന്ന ഒരാളാണ് ഒരു മുഖ്യമന്ത്രിയാകുന്നത്. അതിൻ്റെ 100 ഇരട്ടി വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ആൾക്കാർക്കാണ് പ്രൈം മിനിസ്റ്റർ ആകാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെയാണ് ബിസിനസ്സിലും. ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊരു ചെറിയ മാടക്കട നടത്തി ജീവിക്കാം. അതിനാണ് ഞാൻ പറയുന്നത്, അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അതായത് എല്ലാ ദിവസവും രാവിലെ അവിടെ പോയിരുന്നില്ല ബിസിനസ് നടക്കുമോ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 10, 30, 40 ബിസിനസ്, 50 ബിസിനസ്സൊക്കെ നടത്തുന്നൊരു പാട്ടും പാടി നടക്കുന്നു. ഇവിടെ ചെറിയൊരു മാടക്കട നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് നേരമില്ലെങ്കിൽ എവിടെയോ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രശ്നം ഉണ്ടെന്നല്ലേ അതിന് മനസ്സിലാക്കണ്ടേ. മറ്റുള്ളവർ നമ്മളെപ്പോലെ സാധാരണ ആൾക്കാരാണ്. എന്താണ് ഡിഫറൻസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്നത് നമ്മളെക്കാളും ചിന്തിക്കാൻ ശക്തിയുള്ള വിഷനുള്ള ആൾക്കാരുമായിട്ട് മാക്സിമം ചെയ്യുക. അത് നമ്മളിഷ്ടംപോലെ ആൾക്കാർ സൊസൈറ്റിയിലുണ്ട്. നമ്മളെക്കാൾ ഹയർ ഫ്രീക്വൻസി ഉള്ളവരും ഹയർ തിങ്കിങ് ഉള്ളവരും ജീവിതത്തിൻ്റെ കുറിച്ച് കാഴ്ചപ്പാടുള്ളവരും ഒക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ അസോസിയേറ്റ് ചെയ്യുക. അത് നിങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ ഇഷ്ടം പോലെ പരാജയം കണ്ട ആളായിരിക്കും. വിജയിച്ച ആൾക്കാരുടെ സ്റ്റോറികൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, വിജയിക്കാനുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ സാധനം കൂടെ ഓണാവും, നമ്മുടെ പയ്യെ ടാപ്പും കൂടെ ഓണായിത്തോളും. അൺഫോർച്ചുനേറ്റ്ലി നമുക്കിവിടെ പുറത്ത് അവൈലബിൾ ആയിട്ടുള്ള വാർത്തകൾ മുഴുവൻ തിരിച്ചാണ്. നെഗറ്റീവും പ്രശ്നങ്ങളും പരാജയങ്ങളും തന്നെ. പരാജയങ്ങൾ നടക്കുന്നുണ്ട്, വിജയങ്ങളും നടക്കുന്നുണ്ട്. നമുക്കേതാണ് ആവശ്യം? വിജയമാണ് ആവശ്യം. അങ്ങനെയാണ് അത് തലേ കുത്തി നിറയ്ക്കുക. ഇതിനെ പ്രവർത്തിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ബ്രെയിനെയൊക്കെ പ്രവർത്തിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഏതാണ് ആവശ്യം അത് കുത്തി നിറയ്ക്കുക. ആവശ്യമില്ലാത്തത് അകത്തേക്ക് കയറാൻ അനുവദിക്കരുത്. അത്രയേ ഉള്ളൂ. നമ്മുടെ ബോഡിയും ബ്രെയിനും ഏറ്റവും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന എപ്പോഴാണെന്നറിയോ? നമ്മുടെ വയർ എം ടി ആയിരിക്കുന്ന സമയത്ത്. അത് വളരെ പ്രധാനപ്പെട്ട, അതുകൊണ്ട് ഞാൻ കൂട്ടി പറയുകയാണ്. നമ്മൾ മൂക്കറ്റം ആഹാരം കഴിച്ചിട്ട് നമ്മുടെ ബ്രെയിനും ബോഡിയും വളരെ സ്ട്രെസ്സിലാണ്. ആവശ്യമില്ലാത്ത ഫുഡ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ 1/3 ഫുഡേ ഒരു മനുഷ്യന് ആവശ്യമുള്ളൂ. 1/3 ആവശ്യമുള്ളൂ. ബെറ്ററായിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ ബോഡിയും ബ്രെയിനും ബെറ്ററായിട്ട് വർക്ക് ചെയ്യും. എയർ എം ടി ആക്കി പരമാവധി നിർത്താൻ ശ്രമിക്കുക. നമ്മൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്യും. നമ്മുടെ ഓർഗൻസൊക്കെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സാധനത്തിൻ്റെ എഫിഷ്യൻസി കൂട്ടിയെടുക്കാൻ പറ്റും. നമുക്ക് പരിചയമുള്ള ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ആയുസ് എത്തി, ജനിച്ചപ്പോഴേ തലയിൽ എഴുതിയിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ പറയും, ഈ സമയത്ത് ഓയിൽ മാറാത്തതുകൊണ്ടാണ്, കൃത്യമായിട്ട് വർക്ക്ഷോപ്പ് മെയിൻ്റനൻസ് നടത്താത്തതുകൊണ്ടാണെന്ന് പറയും. പക്ഷെ നമ്മൾ മനുഷ്യൻ്റെ കാര്യമാണ്, അതൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ തലയിൽ എഴുതി വിട്ടതാണെന്ന് പറയും. ഒരു തലയിൽ എഴുതി വിട്ടതല്ല, പ്രോപ്പർ മെയിൻ്റനൻസ് ഏത് മെഷീനും ആവശ്യമാണ്. പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാമെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് ഇപ്പോഴുള്ളതിൻ്റെ 100 ടൈംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുണ്ടാക്കാൻ പഠിക്കുക. ഏറ്റവും നമ്മൾ കൊടുക്കുന്ന എല്ലാ ഇൻപുട്ടും ഹൈ ക്വാളിറ്റി ഇൻപുട്ട് കൊടുക്കുക. ട്രെയിനിങ് പോലത്തെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മളെ ഡെക്കറേറ്റ് ചെയ്യുക. 25,000 രൂപ നിങ്ങളിൽ ഇപ്പോൾ കിട്ടുകയുള്ളൂ. ആ 25,000 രൂപയ്ക്ക് ഒന്നെങ്കിൽ ട്രാവൽ ചെയ്യുക, യാത്രകൾ ചെയ്യുക. അല്ല, അത് നമ്മുടെ മൈൻഡ് എക്സ്പാൻഡ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ 25,000 രൂപയ്ക്ക് പോയി ട്രെയിനിങ് അറ്റൻഡ്. അതാണ് ഏറ്റവും സെൻസിബിൾ ആയിട്ടുള്ള ഒരാൾ ചെയ്യേണ്ടത്. നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും. നമ്മളെന്ന് പറഞ്ഞ ഈ മിഷനെ പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യിക്കാൻ പറ്റിയാൽ നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതിൻ്റെ 100 ടൈംസ് ബെറ്റർ ലൈഫ് നമുക്ക് കിട്ടും. ഇതാദ്യം ബോധ്യം ഉണ്ടാവും. അത് ബോധ്യം ഉണ്ടായാലും എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ 25,000 രൂപ കിട്ടിയ ഉടനെ അല്ല 50,000 രൂപ കിട്ടിയ വീട് പെയിൻ്റ് അടിപ്പിക്കാനാണ് ഇവിടെ ആൾക്കാർ പോകുന്നത്. വണ്ടി ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാനായിട്ട് ആൾക്കാർ പോകുന്നത്. ഏറ്റവും സെൻസിബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവനവനുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്.